ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോംവഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 1-ന് 5 രൂപ വിലയുള്ള ഹൈബ്രിഡ് ചെണ്ടുമല്ലികൾ വലിയ സബ്സിഡിയോടെ തിരുവല്ലോമലയിൽ വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണം 2026-27 പദ്ധതികളുടെ ഭാഗമായി പുഷ്പകൃഷി വികസനം ലക്ഷ്യമിട്ട് തിരുവല്ലോമലയിൽ ചെണ്ടുമല്ലി തൈകളുടെ വിതരണം ആരംഭിച്ചു. തിരുവല്ലോമല കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 1-ന് 5 രൂപ വില വരുന്ന ഹൈബ്രിഡ് തൈകൾ വെറും 1.25 രൂപയ്ക്കാണ് കർഷകർക്ക് നൽകുന്നത്. ബാക്കി 3.25 രൂപയും സർക്കാർ സബ്സിഡിയാണ്. ഇത്തവണ 20,000 തൈകളാണ് വിതരണത്തിനായി എത്തിച്ചിരിക്കുന്നത്. JLG ഗ്രൂപ്പുകൾ, പാടശേഖര സമിതികൾ, പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ കർഷകർ എന്നിവർക്കാണ് പദ്ധതിയിൽ മുൻഗണന. ഓണക്കാലമാകുമ്പോഴേക്കും പൂത്തു തുടങ്ങുന്ന ഈ ഹൈബ്രിഡ് തൈകളിലൂടെ പൂവിനായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ കർഷകരെ സ്വയം പര്യാപ്തരാക്കുകയാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് പഞ്ചായത്ത് പ്രതിനിധികൾ, കൃഷി ഓഫീസർ MC വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു. ചെണ്ടുമല്ലി കൃഷി പൂക്കൾ കൊണ്ട് സമ്പന്നമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ കൃഷി ചെയ്യുന്നവരോടും പൊതുവായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടം വരാറുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ വാട്ടം ഉണ്ടെങ്കിൽ തുടങ്ങാനേ ഒന്ന് കൃഷി ഓഫീസിൽ അറിയിച്ചാൽ മതി. അതിന് വേണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്തായാലും ഓണ വിപണിയിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. കുടുംബശ്രീയുടെ ആണെങ്കിൽ മാർക്കറ്റ് ഉണ്ട്, കൃഷിഭവൻ്റെ മാർക്കറ്റ് ഉണ്ട്, അല്ലാതെ തന്നെ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ വിപണനം അങ്ങനെ ഒരു പ്രശ്നമാവില്ല. അപ്പോൾ സമയത്തിന് നമ്മളത് വിളവെടുക്കാൻ ഓണത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. പിന്നെ ബാക്കി എന്ത് നിർദ്ദേശങ്ങൾക്ക് കൃഷിഭവനായിട്ട് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. CCV ന്യൂസ്, തിരുവല്ലോമല.